ചിക്കൻ കറി എന്നും ഒരേപോലെ വെച്ച മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ചിക്കൻ പെരട്ട്, കൂടെ നല്ല ചൂട് വാഴയിലുണ്ടാക്കിയ പുട്ടൂടെ ഉണ്ടെങ്കിലോ പൊളിക്കും അല്ലേ. അപ്പം നല്ല ചൂട് പുട്ടിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, അത് പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ ചിക്കൻ പെരട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ചൂടോടുകൂടി അങ്ങ് കഴിക്കണം കേട്ടോ. ഞാൻ ടേസ്റ്റ് പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇവിടെ വന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ പെരട്ട് റെഡിയാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളിയാണ് എടുക്കുന്നത്. കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കണേ. ഇനിയിപ്പോൾ ചിക്കനും കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്ത് കുറച്ച് നീളത്തിൽ കുറച്ച് കട്ടിക്കരിഞ്ഞതാണ്, അതിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അരിഞ്ഞു വെച്ച ഉള്ളിയും കുറച്ച് ഉണക്കമുളകും ഉപ്പും ഒക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം സവോള മതിയോ എന്ന് ചോദിക്കരുതേ, ചെറിയുള്ളി തന്നെ കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. സവോള ഇട്ടാൽ ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല, കറി ശരിയാവും, പക്ഷേ ഇത്രയും അങ്ങ് ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. വാടിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മേളത്തിൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. പെർഫെക്റ്റ് ടേസ്റ്റിനും പെർഫെക്റ്റ് കളറിനും ഈ മേളം ചിക്കൻ മസാല തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കണേ. കുറച്ചധികം തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ മിക്സാക്കി ഒരു വലിയ പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തു. അതുകൂടെ മിക്സാക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാവേ. എല്ലാം കൂടെ മിക്സാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ കറിക്കൊക്കെ ചേർക്കുന്ന പോലെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ, നമ്മൾ പെരട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ ചിക്കനിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം അങ്ങ് ഇറങ്ങുകയും ചെയ്തോളും. കണ്ടോ, ഇതുപോലെ തിളയ്ക്കുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങുവേ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കഴിയുമ്പം അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില കൈകൊണ്ട് അങ്ങ് ഞെരടി ഇടണം, പ്രത്യേക ഒരു മണമാണ്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ വെച്ച് അവിടെ വയ്ക്കുക. ചിക്കൻ വരട്ട് റെഡിയായി. ഇനി ഇതിനൊപ്പം ഞാൻ പുട്ടാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇടിയപ്പോ പത്തിരിയോ അപ്പോ എന്ത് വേണമെങ്കിലും സെർവ് ചെയ്യാം. ചോറാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ.